ഗന്ധപ്പുരകളുടെ നാട് എന്നാണ് കണ്ണൂരിലെ ഒരു ഗ്രാമപഞ്ചായത്ത് അറിയപ്പെടുന്നത് തന്നെ. പറഞ്ഞു വന്നത് മയ്യിൽ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ചാണ്. 14-ാം നൂറ്റാണ്ട് മുതൽക്ക് കോലോത്തിരിയുടെ കീഴിലുണ്ടായിരുന്ന പ്രദേശം 1793 മുതൽ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുന്നു. പിന്നീട് കോലോത്തിരിയുടെ ഭരണം പേരിന് മാത്രമാവുകയും നാട്ടിലെ ജന്മി തറവാട്ടുകാരായ കുറ്റ്യാട്, ചുഴലി, കരക്കാട്ടിടം എന്നീ കുടുംബങ്ങൾ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു. വായനശാല സംസ്കാരത്തിലൂടെ ജന്മിത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു സ്ഥലം കൂടിയാണ് മയ്യിൽ. കുടുംബശ്രീ വളരെ സജീവമായി നിലനിൽക്കുന്ന ഈ പഞ്ചായത്ത് ഡിജിറ്റൽ സാക്ഷരതയുടെ കാര്യത്തിൽ മുന്നേറുന്നതായും നമുക്ക് കാണാം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കണ്ണൂരിലെ മയ്യിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വിശേഷങ്ങളാണ്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
നമ്മുടെ പഞ്ചായത്തിൽ ആകെ 18 വാർഡുകളാണ് ഉള്ളത്. അപ്പോൾ ജനസംഖ്യ എന്ന് പറയുന്നത് 31,223 ജനസംഖ്യയാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. ആകെ കുടുംബങ്ങൾ 8,375. അപ്പോൾ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുണ്ട് 263 കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുണ്ട്. അപ്പോൾ ഒരു PHC അത് ബ്ലോക്കിൻ്റെ കീഴിലാണ്. പിന്നെ 16 സ്കൂളുകൾ, ഒരു ഗവൺമെൻറ് LP സ്കൂളും 15 അൺഎയ്ഡഡ് സ്കൂളുകളാണ് നമ്മുടെ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്. അതിൻ്റെ സബ് സെൻറ്റർ ഇപ്പോൾ മുല്ലക്കൊടി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ വികസന പരിപാടി എന്ന് പറയുമ്പോൾ വനിതകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ 18 വനിതകൾക്ക് നമ്മൾ മൊബൈൽ ഫോൺ റിപ്പയറിങ് പരിശീലനം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെ കണ്ണൂർ ജില്ലയിലും കേരള സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും അത്തരം പരിപാടികൾ. അപ്പോൾ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വായനശാലകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും ഗ്രേഡ് കുറഞ്ഞ വായനശാലകൾക്ക് പുസ്തക റേക്ക്, അതുപോലെ തന്നെ ഒരു വർഷത്തേക്ക് ഇൻ്റർനെറ്റ് സൗകര്യം, പിന്നെ ഇരിക്കാനുള്ള കസേരകൾ 36 വായനശാലകളുണ്ട്. അപ്പോൾ ഈ 36 വായനശാലകൾക്കും നമ്മൾ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. 1950 മെയ് മാസം 3-ാം തീയതി വൈകിട്ട് പാടിക്കുന്നിലെ ഒരു കുന്നിനു മുകളിൽ നിന്ന് മുഴങ്ങിക്കേട്ട വെടിയൊച്ചകൾ അത്രയും തുളച്ചു കയറിയത് ചരിത്രത്താളുകളിലെ പോരാട്ടങ്ങളുടെ അധ്യായങ്ങളിലേക്കാണ്. ജന്മിത്വവിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി വെറും 18 വയസ്സോളം വരുന്ന 3 ചെറുപ്പക്കാർ അറസ്റ്റ് ചെയ്യപ്പെടുകയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജാമ്യത്തിലിറക്കുകയാണെന്ന വ്യാജേനെ പോലീസുകാർ അവരെ പാടിക്കുന്നിലെ ഒരു കുന്നിന് മുകളിൽ വന്ന് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. രയരു നമ്പ്യാർ, കുട്ടിയപ്പൻ, ഗോപാലൻ എന്നീ 3 ചെറുപ്പക്കാരും വെടിയുണ്ടകൾക്ക് മുന്നിൽ പതറിയിരുന്നില്ല അത്രേ. അന്നത്തെ ഭരണാധികാരികൾ ജമീമാർക്ക് വേണ്ടി ഇവരെ കള്ളക്കേസ് പെടുത്തി അറസ്റ്റ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ കുട്ടിയപ്പയെയും രയരു നമ്പ്യാരെയും സെൻട്രൽ ജയിലിലേക്ക് കൊണ്ട് അടച്ചു. അന്ന് പോലീസ് ക്യാമ്പ് ഓരോ കേന്ദ്രത്തിലുണ്ട്. ഇവിടെ ഒരു പ്രധാന കേന്ദ്രമായതുകൊണ്ട് മയ്യിൽ പഞ്ചായത്ത് കയറളത്ത് കറ്റോട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു പോലീസ് ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ ഈ ഗോപാലനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ട് ക്യാമ്പിൽ കൊണ്ട് കുട്ടിയപ്പയെയും രയരു നമ്പ്യാരെയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കള്ളജാമ്യത്തിലെടുത്ത് പാടിക്കുന്നിൻ്റെ നെറുകയിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് ഈ ഗോപാലിനെ ഈ കേരളത്തെ കറ്റോട്ട് എന്ന് പറഞ്ഞ ക്യാമ്പിൽ നിന്ന് പോലീസ് ക്യാമ്പിൽ നിന്ന് പാടിക്കുന്നിലേക്ക് കൊണ്ടുപോയി. പാടിക്കുന്നിലേക്ക് കൊണ്ടുപോയിട്ട് അവരവിടെ നിന്ന് പറഞ്ഞു, റേ എന്ന് പറഞ്ഞ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്, അയാൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുർദാബാദ് വിളിക്കടാ പറഞ്ഞു. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുർദാബാദ് വിളിച്ചില്ല എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് വിളിച്ച്, കർഷക സംഘം സിന്ദാബാദ് വിളിച്ച്. റേ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് വെടിവെച്ച് 3 ആളെ. കൃഷി ജീവനാണ്, ജീവിതമാണ്, സംസ്കാരമാണ് എന്ന വാക്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന മയ്യിലിലെ നിവാസികൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു സംരംഭമാണ് മയ്യിൽ റൈസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി. കൃഷിക്കാർക്ക് നെല്ലുൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട നെല്ല് വിപണിയിലെത്തിക്കാനുള്ള അവസരവും കൃഷിക്കാർക്ക് കമ്പനി നൽകുന്നതായി നമുക്ക് കാണാം. ചെറുകിട മില്ലുകൾ വഴി റൈസ് ഉൽപ്പാദിപ്പിക്കുവാനും കമ്പനി കൃഷിക്കാർക്ക് അവസരം നൽകുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി കണ്ണൂരിലും, കൃഷി വകുപ്പിൻ്റെ സഹായത്തോടുകൂടി മയ്യിലിലും, നബാർഡിൻ്റെ സഹായത്തോടുകൂടി മട്ടന്നൂരിലും ഈ കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാം. ഭക്ഷ്യവസ്തുക്കൾ, ജൈവവളങ്ങൾ, വിത്തുകൾ എന്നിവ പൊതുജനങ്ങൾക്കും കൃഷിക്കാർക്കും അവിടെ വെച്ച് ലഭ്യമാകുന്നു. 2021 കേരള സർക്കാർ അനുവദിച്ചു നൽകിയ പ്രോത്സാഹന ഫണ്ടിലൂടെ ഇവിടെ ആധുനിക റൈസ് മിൽ സംവിധാനം നിലവിൽ വന്നതായി കാണാം. ഒരു ദിവസം 700 കിലോയിലധികം ആ സംവിധാനത്തിലൂടെ മാത്രം അരികൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമത്രേ. 2022 ആക്സിസ് ഇന്ത്യ ലൈവ്ലി അവാർഡ് പുരസ്കാരമാക്കിയ മയ്യിൽ റൈസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി വിസ്തൃതിക്ക് പകരം ഉൽപ്പാദനം അധികരിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. മയ്യിൽ ഗ്രാമപഞ്ചായത്തിലെ
കർഷകരുടെ കൂട്ടായ്മയിൽ രൂപം കൊടുത്ത ഒരു കർഷക കൂട്ടായ്മയാണ് മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി. 2017 കമ്പനി നിലവിൽ വരുന്നത്. മയിലിൻ്റെ കാർഷിക പാരമ്പര്യത്തെ അറിഞ്ഞുകൊണ്ട് കാർഷിക മേഖലയിൽ എങ്ങനെയാണ് ശാസ്ത്രീയമായി ഇടപെടാൻ കഴിയുക എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് റൈസ് പ്രൊഡ്യൂസർ കമ്പനി രൂപം കൊള്ളുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നെൽകൃഷി മേഖലയിൽ തരിശുരഹിത പഞ്ചായത്ത് എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയിൽ ഇടപെടലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആശങ്കയില്ലാതെ കൃഷി നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ ആദ്യം ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ ഇന്നിപ്പോൾ 6ാമത്തെ വർഷത്തിലേക്ക് കമ്പനി കടക്കുകയാണ്. ഉൽപ്പാദന മേഖലയിൽ നെൽകൃഷിയിൽ പ്രത്യേകിച്ചും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന ശരാശരിയേക്കാൾ ഇരട്ടിയിലധികം ഉൽപ്പാദനക്ഷമത നെൽകൃഷിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പാദന ചെലവ് കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. യന്ത്രവൽക്കരണം പോലുള്ള കാര്യങ്ങളെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകൻ്റെ കാർഷിക ചെലവ് കുറച്ചുകൊണ്ട് ഉൽപ്പാദനം ഉണ്ടാവുകയും നെല്ലിൻ്റെ ഉൽപ്പാദനം കൂടുകയും ചെയ്തപ്പോൾ അത് പ്രത്യേകിച്ച് മാർക്കറ്റിലേക്ക് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ചെയ്തുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു സംരംഭ പ്രോത്സാഹനം എന്നുള്ള നിലയിലാണ് ചെറുകിട മില്ലുകളുടെ പ്രോത്സാഹനം കമ്പനി ഏറ്റെടുക്കുകയും സർക്കാരിൻ്റെയും എല്ലാം സഹായത്തോടു കൂടി അത് കർഷകരുടെ ഇടയിൽ എത്തിക്കുകയും അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അരി കമ്പനി ഏറ്റെടുത്തുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യുന്ന രീതിയാണ് ഞങ്ങളിപ്പോൾ അവലംബിച്ചു വരുന്നത്. അതുപോലെ തന്നെ കർഷകർക്ക് അധികമായി വരുന്ന നെല്ല് സംഭരിക്കുകയും വാങ്ങിക്കുകയും അതുപോലെ തന്നെ കർഷകർക്ക് തത്സമയം പണം കൊടുക്കുന്നതിനും ഉള്ള സൗകര്യം ഇപ്പോൾ കമ്പനിയുടെ ഭാഗമായിട്ടുണ്ട്. ആ നിലയിലാണ് ഈ ഗോഡൗണും അതുപോലെ തന്നെ ഉൽപ്പാദന യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നത്. കർഷകർ തന്നെ നേരിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി പുതിയ ഉൽപ്പന്നങ്ങൾ അരിയും അവിലും പുട്ടുപൊടിയും ഒക്കെയുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് കമ്പനിയുടെ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് വഴി വിതരണം ചെയ്യുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഒരു കാര്യമുള്ളത്. മറ്റൊന്ന്, കമ്പനി തന്നെ നേരിട്ട് കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് ആ നെല്ല് സംഭരിക്കുക എന്ന് പറയുന്നത് ഏത് സമയത്തും കർഷകന് ഒരു പണത്തിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ അവരുടെ കയ്യിൽ ഒരു നെല്ല് കയ്യിലുണ്ടെങ്കിൽ അത് കമ്പനിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ തത്സമയം അവർക്ക് പണം നൽകുന്ന രീതിയിലാണ് നമ്മുടെ നെല്ല് സംഭരണം ഇപ്പോൾ ഇവിടെ കമ്പനിയിൽ നടക്കുന്നത്. അത്തരം സംഭരിക്കപ്പെടുന്ന നെല്ലുകളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി അവിലും പുട്ടുപൊടിയും അതുപോലെ തന്നെ അരി തന്നെ വ്യത്യസ്ത തവിടിൻ്റെ കണ്ടൻറ്റോടുകൂടി ഇപ്പം 100% തവിടുള്ളത്, 80% തവിടുള്ളത്, 60-40% അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാക്കി മാർക്കറ്റിൽ വിൽപ്പന നടത്തുന്ന ഒരു രീതിയാണ് ഇവിടെ കമ്പനിയുടെ ഉൽപ്പാദന യൂണിറ്റ് എന്നുള്ള നിലയിലൂടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി പോഷകമൂല്യം കൂടിയിട്ടുള്ള ഗാബ റൈസ് എന്ന് പറയുന്ന ഒരു ജെർമിനേഷൻ സ്റ്റേജിൽ നെല്ലിനെ ജെർമിനേറ്റ് ചെയ്യുകയും ആ ജെർമിനേറ്റിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്ന് ആ നെല്ലിൽ നിന്നും അരി ഉൽപ്പാദിപ്പിക്കുന്ന ഗാബ റൈസ് എന്ന് പറയുന്ന റൈസ് കൂടി ഇപ്പോൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. ഒരു ഇനം നെല്ലിൽ നിന്നും 14 വിധം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്നത്. അത് ഒറ്റപ്പശുവിൻ്റെ പാല് കഴിക്കുന്നത് പോലെ തന്നെ ഒരേ ഇനം നെല്ലിൻ്റെ വ്യത്യസ്ത രീതിയിലുള്ള അരികൾ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ പോഷകമൂല്യമുള്ളതും അതുപോലെ ഭക്ഷ്യസുരക്ഷത ഉറപ്പാക്കുന്നതുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളായിട്ടാണ് കമ്പനി ഇപ്പോൾ മാർക്കറ്റിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നത്. കൂടുതൽ വിപുലീകരിക്കുകയും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കൂടുതൽ വൈവിധ്യവൽക്കരണത്തിലേക്ക് പോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കമ്പനി നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഉൽപ്പാദനത്തെ ആശ്രയിച്ചുകൊണ്ട് ആധുനിക രീതിയിലുള്ള റൈസ് മില്ല് പ്രതിദിനം 700 കിലോ അരി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആധുനിക റൈസ് മില്ല് കൂടി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ടുള്ള കപ്പാസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉൽപ്പാദന യൂണിറ്റും അത്തരത്തിൽ കമ്പനിയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ കമ്പനിയുടെ വിപുലീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ നല്ല ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും അതുപോലെ റോ മെറ്റീരിയലായും വിൽപ്പന നടത്തുന്നതിനുള്ള ഒരു സൗകര്യവും സാഹചര്യവും ഒരുക്കിയെടുക്കുന്നതിന് കമ്പനിക്ക് ഈ കഴിഞ്ഞ 6 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് കൂടുതൽ കാര്യക്ഷമതയോടുകൂടിയും അതുപോലെ തന്നെ വിപുലീകരിച്ച രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോൾ കമ്പനി ആലോചിച്ചിട്ടുള്ളത്. ആ നിലയിൽ കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സ്ഥാപനമായിട്ട് വളരാൻ സാധിച്ചിട്ടുണ്ട്.
നാട്ടിലൊരു നല്ല വിദ്യാലയം എന്ന സ്വപ്നത്തിന് ഇടമൊഴി മാധവൻ നമ്പൂതിരി അന്ന് നൽകിയത് 9 ഏക്കറോളം വരുന്ന ഭൂമിയാണ്. 1998 മുതൽക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഇടമൊഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മയ്യിലിൻ്റെ മുറ്റത്താണ് നാം ഇപ്പോൾ. ആദ്യകാലത്ത് കുടിപ്പള്ളിക്കൂടമായിരുന്ന വിദ്യാലയം 1921 എലമെൻ്ററി സ്കൂളായി മാറുന്നത്. 1926 ഹയർ എലമെൻ്ററി സ്കൂളായി മാറിയ വിദ്യാലയം 1986 മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ കീഴിലായത് നമുക്ക് കാണാൻ സാധിക്കും. 1991 ഹയർ സെക്കൻഡറി അനുവദിക്കപ്പെട്ടെങ്കിൽ കൂടിയും 1997 ഹയർ സെക്കൻഡറി നിലവിൽ വരുന്നത്. ഒരു സ്കൂൾ ബസ് പോലും ഇല്ലാതെ 3200 പരം വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നതായി നമുക്ക് കാണാം. ഐഡിയൽ ലാബ് എന്ന പേരിൽ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയുള്ള ലബോറട്ടറിയും 10,000-ലധികം പുസ്തകങ്ങളുള്ള ലൈബ്രറിയും സ്കൂളിൻ്റെ സവിശേഷതകളിൽ ഒന്നാണ്. 2022 മിനി വെതർ സ്റ്റേഷൻ സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ സർക്കാർ അനുവദിച്ചു കൊടുത്ത 4 കോടിയോളം വരുന്ന രൂപ ഉപയോഗിച്ചുകൊണ്ട് ഗ്രൗണ്ടിൻ്റെ വികസന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മയ്യിൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ഈ വിദ്യാലയത്തിൽ 3200ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്, 5 മുതൽ 12ാം ക്ലാസ് വരെ. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ SLCയിലാവട്ടെ അതുപോലെ തന്നെ +2-ലാവട്ടെ കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി മികച്ച വിജയം 100% വിജയം കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ SLC പരീക്ഷയ്ക്കിരുത്തി 100% വിജയം കൊയ്ത വിദ്യാലയം എന്ന നിലയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയും അതുപോലെ തന്നെ ആദരവും ഏറ്റുവാങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന കലോത്സവങ്ങളിലാവട്ടെ, പ്രവൃത്തി പരിചയ മേളകളിലാവട്ടെ, അതുപോലെ തന്നെ വിദ്യാരംഗം, സർഗോത്സവം തുടങ്ങിയ പരിപാടികളിലാവട്ടെ, കായികമേളയിലാവട്ടെ, സംസ്ഥാനത്ത് തന്നെ മികച്ച നിലയിൽ സ്ഥാനം നൽകാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാലയത്തിൻ്റെ മറ്റ് സാഹചര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ NSS കുട്ടികൾ നമ്മുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നു. അതുപോലെ തന്നെ ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികൾ 2 വർഷത്തെ ബാച്ചിലുമായിട്ട് പഠിക്കുന്നുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ വർഷം നമ്മുടെ വിദ്യാലയത്തിന് SSKയുടെ ഫണ്ട് ഉപയോഗിച്ച് ലഭിച്ചിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വെതർ സ്റ്റേഷൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിലെ ജോഗ്രഫി അധ്യാപികയായ സജിത ടീച്ചറുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. കേവലം 18 വാർഡുകൾ മാത്രമടങ്ങുന്ന മയ്യിൽ ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് 35ഓളം വായനശാലകളുണ്ട്. ഒരു കാലത്ത് വിഷ്ണു ഭാരതീയനും കേരളീയനും തുടക്കം കുറിച്ച ജന്മിത്ത വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ് മലബാറിൽ വായനശാല സംസ്കാരം രൂപീകരിക്കപ്പെടുന്നത്. കർഷകരെ കർഷക സമര നേതാക്കൾ വായനശാലകളിലേക്ക് വിളിച്ചു ചേർക്കുന്നു. അവിടെ വെച്ച് അനീതിക്കെതിരെയും ചൂഷണത്തിനെതിരെയും കർഷക സമര നേതാക്കൾ പ്രസംഗിക്കുകയും അവരെ പത്രങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യുന്നു. വായനശാലകളിൽ വെച്ച് എഴുത്തും വായനയും പഠിച്ച കർഷകർ അങ്ങനെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി തീരുകയും വിപ്ലവത്തിനായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു അത്രേ. അത്തരത്തിൽ 1930കളുടെ അവസാനത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ള മയ്യിലിലെ ഒരു ഗ്രന്ഥാലയത്തിൻ്റെ മുന്നിലാണ് നാം ഇപ്പോൾ. 1957 ആകുമ്പോഴേക്കും അത് കയറളം യുവജന ഗ്രന്ഥാലയമായി മാറിയതായി നമുക്ക് കാണാം. ലൈബ്രറി കൗൺസിൽ A+ ഗ്രേഡ് നൽകിയിട്ടുള്ള കയറളം യുവജന ഗ്രന്ഥാലയത്തിൻ്റെ വിശേഷങ്ങളാണ് ഇനി നമുക്ക് മുന്നിൽ. മയ്യിൽ പഞ്ചായത്ത് ഗ്രന്ഥപ്രേരുടെ നാട് എന്ന് പറയാനുണ്ടായ പ്രത്യേക സാഹചര്യം ഇന്ന് ഒരു പെട്ടെന്നുള്ള കാര്യമല്ല. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ
ഒരു 1930 കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഊർജ്ജസ്വലത നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിലെല്ലാം വായനശാലകൾക്ക് രൂപം കൊടുക്കുന്നത്. അപ്പോൾ മയ്യിൽ നേരത്തെ തന്നെ ഇവിടെ ഒരു ശക്തമായ ജന്മിത്വ വിരുദ്ധ പ്രശ്നം, കാരണം ഇവിടെ ജന്മി നാടുവാഴിത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട കരക്കാട്ടണം, അതുപോലെ തന്നെ കരിമാരത്ത് നമ്പൂതിരി, കുറുമാത്തൂർ നമ്പൂതിരി, അവരെല്ലാം ജന്മസ്ഥലമാണ്. അവിടെ കൃഷി ചെയ്യുക, കൃഷിക്കാരനൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നല്ല വർഷം വന്നിട്ട് ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ ആ പ്രാവശ്യം നെല്ലൊന്നും കിട്ടില്ല. പക്ഷേ ഇവർക്ക് കൊടുക്കേണ്ട ഭാരം കൃത്യമായി കൊടുക്കേണ്ടി വരും. അപ്പോൾ കർഷകർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കഷ്ടപ്പാടുള്ള ആ ഒരു ഘട്ടത്തിലാണ് 1935 കൊളച്ചേരിയിൽ വിഷ്ണു ഭാരതിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ആദ്യമായി കൊളച്ചേരി കർഷക സംഘം രൂപീകരിക്കുന്നത്. കേരളീയനും അതുപോലെ തന്നെ ഭാരതീയനും കൂടി KPR ഗോപാലൻ, KP ഗോപാലൻ, അതുപോലെയുള്ള കുറേ ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരായ ആളുകളെല്ലാം കൂടി കൊളച്ചേരി കർഷക സംഘം രൂപീകരിച്ചു. ആ കർഷക സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ജന്മിമാരുടെ ചൂഷണത്തിൽ നിന്ന് കുറേ കൂടി നമുക്ക് കർഷകർക്ക് മോചനം ലഭിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും. അന്ന് ആ കാലഘട്ടത്തിലുള്ളവർക്ക് അക്ഷരം അറിയില്ല. ആ അക്ഷരം അറിയാത്തവർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു പത്രം, അന്ന് മാതൃഭൂമി പത്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മാതൃഭൂമി പത്രം കൊണ്ടുവന്ന് മറ്റുള്ള ആളുകൾ, ആ അന്നത്തെ ചെറുപ്പക്കാരെല്ലാം വിളിച്ചു വരുത്തി അവർക്ക് വായിക്കാൻ കൊടുത്തു. അങ്ങനെ അവർക്ക് വായിപ്പിച്ചു കൊടുത്തു, അവർക്ക് അക്ഷരം പറഞ്ഞു കൊടുത്തു. അക്ഷരം അറിയാത്തവർക്ക് അക്ഷരം അനൗദ്യോഗിക വിദ്യാഭ്യാസം എന്നുള്ള നിലയിൽ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതെല്ലാം കൊണ്ടുവന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അവരെല്ലാം കുറേ ആളുകൾ നല്ല സജീവമായി ഈ രംഗത്തേക്ക് ഉയർന്നു വന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് 1940 സെപ്റ്റംബർ 15 നടന്ന മൊറാഴ സംഭവം. പിന്നീട് പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വായനശാലകൾ രൂപീകരിക്കാൻ തുടങ്ങി. നമ്മുടെ കണ്ടക്കൈ STM വായനശാല, വേളം വായനശാല, കേരള വായനശാല, ആ 3 വായനശാല ആ കാലഘട്ടത്തിലുണ്ടായി. ഇന്നിപ്പോൾ നമ്മളെ മയ്യിൽ പഞ്ചായത്തിൽ 35 ലൈബ്രറികൾ പ്രവർത്തിക്കുന്നുണ്ട്. 18 വാർഡിലും ചിലപ്പോൾ ഒരു വാർഡിൽ 3 ഉണ്ട്, ഒരു വാർഡിൽ 2 ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വായനശാലകൾ രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ 35 വായനശാലകൾ പ്രവർത്തിക്കുകയാണ് ഇവിടെ. 35 വായനശാലകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു അനുഭവമാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലൈബ്രറികൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ കണ്ണൂർ ജില്ലയാണ്. ആ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ലൈബ്രറി പ്രവർത്തിക്കുന്നത് തളിപ്പറമ്പ് താലൂക്കാണ്. തളിപ്പറമ്പ് താലൂക്കിൽ തന്നെ ഒരു പഞ്ചായത്ത് എന്നുള്ളതിൽ എടുത്തു വെച്ച് നോക്കിയാൽ മയ്യിൽ പഞ്ചായത്താണ്. കേരളത്തിലെ കള്ളുൽപാദന രംഗത്ത് സ്വന്തമായൊരിടമുള്ള പ്രദേശമാണ് മയ്യിൽ ഗ്രാമപഞ്ചായത്ത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചക്കര ചെത്തായിരുന്നുവെങ്കിൽ കൂടിയും നിലവിൽ കയ്പ് കള്ളിലേക്കത് മാറിയതായി നമുക്ക് കാണാം. നിലവിൽ ഏതാണ്ട് 500ഓളം തൊഴിലാളികളാണ് മയ്യിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മാത്രം കള്ളുചെത്തിൽ വ്യാപൃതരായിട്ടുള്ളത്. ശ്രീകണ്ഠാപുരം, തളിപ്പറമ്പ്, മട്ടന്നൂർ, കണ്ണൂർ റേഞ്ചുകളിലേക്ക് ഇവിടെ നിന്ന് കള്ള് കൊണ്ടുപോകുന്നുണ്ടത്രേ. വിദേശ മദ്യത്തിൻ്റെ കടന്നുവരവോടുകൂടി പരമ്പരാഗത വ്യവസായമായ കള്ളുചെത്ത് ഏറെ പ്രതിസന്ധിയിലാണ്. കണ്ണൂർ ജില്ലേൻ്റെ നാനാഭാഗത്തും കള്ളു പോകുന്ന ഈ മുല്ലക്കൊടി പ്രദേശത്ത് നിന്ന് മുല്ലക്കൊടി നണിയൂരുതമ്പ്രം പ്രദേശത്തു നിന്നാണ്. തൊഴിലാളികൾ ഒരുപാടുണ്ട്, പക്ഷേ കുറേയെല്ലാം മതിയാക്കി പോയി. പിന്നെ തെങ്ങ് കിട്ടാതൊരു പ്രശ്നമുണ്ട്. എല്ലാം കൊണ്ട് തെങ്ങിൻ്റെ അവസ്ഥ കാണുന്നില്ലെല്ലാം ചൂട് ബാധിച്ചിട്ട് വലിയുമില്ല, ഈ കയറി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രയാസങ്ങളൊന്നാമത് തന്നെ തെങ്ങിന് ആരും ഇപ്പം പഴയ മാതിരി വളവിടലോ പണിയെടുക്കലോ ഒന്നുമില്ല, കിളക്കൽ വരെയില്ല തെങ്ങിന്. പിന്നെ അതുകൊണ്ട് തെങ്ങിന് ഇപ്പം ആരും പുതുതായിട്ട് തൈ വെക്കുന്നില്ല. അപൂർവം ചില ആൾ മാത്രമേ നടന്നില്ലൂ. ഈ ഇല്ലയിൽ നിന്ന് മാത്രം ഇങ്ങനെ വിളവെടുക്കുന്നു കൊണ്ടുപോകുന്നു അത്ര തന്നെ. ഇപ്പം പിന്നെ അപൂർവം ചില ആൾക്കാരെല്ലാം പിന്നെ മുമ്പേ പണിയെടുത്തിട്ട് ഗൾഫെല്ലാം പോയിട്ട് ഇപ്പം ഗൾഫിൽ നിന്ന് മതിയാക്കിയിട്ട് വന്നിട്ട് ഇപ്പം ആദ്യം പണിയെടുക്കുന്ന ചില ആൾക്കാരിലുണ്ട്, ചെറുപ്പക്കാർ. പൊട്ട് നയിക്കാൻ എന്നാണ് പ്രധാന പ്രശ്നം ഇതന്നെ. ആളില്ല, പിന്നെ ഇല്ലാക്കാനെ ചെത്താൻ തെങ്ങില്ല. ഞാനിപ്പോൾ തെങ്ങില്ലായിട്ട് മതിയാക്കിയിട്ട്
അധികാരികളുടെ വീട്ടുമുറ്റത്ത് കലമുടച്ചുകൊണ്ട് സ്ത്രീ പ്രതിരോധത്തിൻ്റെ ചരിത്രം സൃഷ്ടിച്ച മണ്ണുകൂടിയാണ് മയ്യിലിൻ്റേത്. ആ ചരിത്രം ഇന്നും അണയാതെ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാവാം മറ്റു ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മയ്യിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീ വളരെ സജീവമായി നിലനിൽക്കുന്നതും. മയ്യിൽ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭമാണ് അപ്പാറൽ പാർക്ക്. 2011 ജൂലൈ 28 അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ശ്രീ MK മുനീർ ഉദ്ഘാടനം നിർവഹിച്ച അപ്പാറൽ പാർക്കിൽ നിലവിൽ ഏജന്റുമാർ മുഖേന ഓർഡറുകൾ സ്വീകരിച്ചുകൊണ്ട് സ്കൂൾ യൂണിഫോമുകളും മറ്റു വസ്ത്രങ്ങളും തയ്ച്ചു നൽകുന്നതായി നമുക്ക് കാണാം. 8ഓളം ഗ്രൂപ്പുകളിൽ 41 ആളുകൾ 15 ലക്ഷത്തോളം വരുന്ന രൂപ ലോൺ എടുത്തിട്ടാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. 2020 സ്വന്തം കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറിയ അപ്പാറൽ പാർക്കിൽ നിലവിൽ 20ലധികം തൊഴിലാളികളുണ്ട്. ഇവരൊക്കെയും കുടുംബശ്രീ അംഗങ്ങളാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കുടുംബശ്രീയാണ് പരിശീലനം. ബാംഗ്ലൂരുള്ള ഈഷാ ലേണിംഗ് ആണ് പരിശീലനം തന്നത്. 6 മാസം ഞങ്ങൾക്ക് പരിശീലനം തന്നിരുന്നു. ഒരു മിഷനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾ മുതൽ മിഷനായിട്ട് പ്രവർത്തിക്കുന്നവർ വരെ ഉണ്ടായിരുന്നു ഇതിൽ. എന്നിരുന്നാലും ഇത് നമ്മൾ ഒന്നിൽ മുതൽ നമ്മൾ തുടങ്ങിയതാണ്. ആ മിഷനും ഈ മിഷനായിട്ട് ഇത് ജുക്കി മിഷനാണ്. അപ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പരിശീലനം നേടി 15 ലക്ഷത്തോളം രൂപ ഞങ്ങൾ ലോൺ എടുത്തു. ആദ്യത്തെ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഒന്നും വരുമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങൾ പിടിച്ചു നിന്നു. ഞങ്ങൾ ഒരു 2016 ആകുമ്പോഴേക്ക് ഞങ്ങൾ ആ ലോണുകൾ മൊത്തം നമ്മൾ അടച്ചു തീർത്തു. മയിൽ സർവീസ് സഹകരണ ബാങ്കാണ് ഞങ്ങൾക്ക് ലോൺ തന്നത്. വീട്ടിൽ എന്ത് കഷ്ടപ്പാടുണ്ടായാലും വിഷമം ഉണ്ടായാലും നമ്മൾ ഇവിടെ വന്ന് നമ്മൾ എല്ലാവരും സ്ത്രീകളും ഒത്തുകൂടിയിട്ട് നമ്മൾ സുഖ ദുഃഖങ്ങൾ പങ്കിട്ടിട്ട് പിന്നെ മറ്റുള്ള വേദനകളൊന്നും അറിയാണ്ട് വീട്ടിലെത്തുന്നവരെ അത് എല്ലാം മറക്കും. നമ്മൾ ഇടുന്ന എല്ലാ സ്വകാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് ജോലി ചെയ്ത് പൈസേൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കലില്ല. ഞാനൊന്നും ടൈലറിങ് പഠിച്ചതേ അല്ല. ഇവിടെ വന്ന് നമ്മൾ ലോൺ എടുത്ത് മിഷൻ വാങ്ങി അതേ ഈ മിഷൻ യുക്കി മിഷൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഇതെല്ലാം ചെയ്യാൻ പഠിച്ചത്. മയ്യിൽ പഞ്ചായത്തിലെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും പ്ലാസ്റ്റിക് ശേഖരിച്ച് അത് ബെയിൽ ചെയ്ത് റീസൈക്കിൾ ചെയ്യുന്നതിനു വേണ്ടി ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്ന പ്രവർത്തന രീതിയാണ് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി അഥവാ MCF-ൻ്റേത്. 2013 ജൂണിൽ പ്രവർത്തനം ആരംഭിച്ച MCF-ൽ നിലവിൽ 16ലധികം തൊഴിലാളികളുണ്ട്. മയ്യിൽ പഞ്ചായത്തിലെ കുടുംബശ്രീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭങ്ങളിലൊന്നാണ് MCF. സഫ്ദർ ഹാഷ്മി സ്മാരക ഗ്രന്ഥാലയത്തിൻ്റെ പുരസ്കാരവും MCF-ൻ്റെ തൊഴിലാളികളെ തേടിയെത്തിയതായി നമുക്ക് കാണാം. മയ്യിൽ ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകളാണുള്ളത്. ആ 18 വാർഡുകളിലും എല്ലാ മാസവും ഹരിതകർമ്മസേന ഓരോ വീടുകളിൽ സന്ദർശിക്കുകയും ആ വീടുകളിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് മിനി MCF-ൽ എത്തിക്കുകയും അവിടെ നിന്ന് കളക്ട് ചെയ്ത് MCF-ലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. വീടുകളിൽ നിന്ന് എടുക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ചാണ് അവർ എടുക്കുന്നത്. അതിനവർ ഒരു വീട്ടിൽ യൂസർ ഫീ ആയി 50 രൂപ വാങ്ങിക്കുന്നുണ്ട്. കലണ്ടർ പ്രകാരമാണ് നമ്മൾ മാലിന്യങ്ങൾ എടുക്കുന്നത്. 12 മാസത്തേക്കും വിവിധ വസ്തുക്കളുടെ ഒരു കലണ്ടർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമായി തുടങ്ങുന്നത് 2013. അന്ന് ആ സമയം ഹരിതകർമ്മസേന ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 2017 ഹരിതകർമ്മസേന എന്ന് പറഞ്ഞ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് ആദ്യങ്ങളിൽ കാലത്ത് നമ്മൾ യൂസർ ഫീ ഒന്നും വാങ്ങിയിട്ടില്ല. 2016 മുതലാണ് യൂസർ ഫീ വാങ്ങാൻ തുടങ്ങിയത്. അത്ര വരെ ആദ്യമെല്ലാം നമ്മൾ ഇപ്പോൾ 50 രൂപ വെച്ച് വീടുകളിൽ നിന്ന് യൂസർ ഫീ വാങ്ങുന്നുണ്ട്. പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് തൊഴിലവസരവും
പഠന സൗകര്യവും നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി കേരള സർക്കാർ തുടങ്ങിയ ബഡ്സ് എന്ന പദ്ധതി പുനർജനി ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന പേരിൽ മയ്യിലിൽ 2014 ജൂണിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 2020 ആകുമ്പോഴേക്കും സ്വന്തം കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയ ബഡ്സ് സ്കൂളിൽ പഞ്ചായത്ത് വക സൗജന്യ വാഹന സൗകര്യം വിദ്യാർത്ഥികൾക്കായി ലഭ്യമാകുന്നുണ്ട്. തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ പേപ്പർ ബാഗുകളും പേപ്പർ പെന്നുകളും നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നതായി നമുക്ക് കാണാം. നിലവിൽ ഒരു അധ്യാപികയും ഒരു ഹെൽപ്പറുമായി കൊണ്ട് 2 തൊഴിലാളികളും 30ഓളം വിദ്യാർത്ഥികളും ബഡ്സ് സ്കൂളിലുണ്ട്. കുടുംബശ്രീ സംഘടിപ്പിച്ച ബഡ്സ് ഫെസ്റ്റിവലിൽ മയ്യിലിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ ഉന്നത വിജയമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഒരൊറ്റ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് 2 ശ്രീകോവിലുകളിലായിക്കൊണ്ട് 2 ശിവന്റെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരേയൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മയ്യിലാണ്. അതാവട്ടെ അറിയപ്പെടുന്നതും ഗണപതിയുടെ പേരിലും. നാം ഇപ്പോൾ നിൽക്കുന്നത് മയ്യിലിലെ വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. വേളം മഹാഗണപതി ക്ഷേത്രം ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഇവിടെ ഗണപതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. രാജരാജേശ്വരനും വൈദ്യനാഥനും ശ്രീകൃഷ്ണനും കൂടിയുള്ളൊരു മഹാക്ഷേത്രമാണ് ഇത്. അപ്പോൾ ഗണപതിക്കാണ് പ്രാധാന്യവും. ഗണപതിക്ക് ഈ ക്ഷേത്രത്തിൽ ഗണപതിക്ക് ഒട്ടനവധി വഴിപാടുകളുണ്ട്. വട്ടളം പായസങ്ങളാണ്. വട്ടളം പായസം കൊമ്പ് വെച്ച് തരുന്ന കേരളത്തിലെ ഏക ക്ഷേത്രവും വേളം മഹാഗണപതി ക്ഷേത്രം തന്നെയാണ്. ഇവിടെ ക്ഷേത്രം നട തുറക്കുന്നത് രാവിലെ 5 മണിക്കാണ്. ഉച്ചക്ക് 12:30 വരെ പൂജ ഉണ്ട്. വൈകുന്നേരം 5:30 തുറക്കും, 8 മണി വരെ. ഉത്സവം ശിവരാത്രിയാണ് ഇവിടുത്തെ ഉത്സവം. ശിവരാത്രിക്ക് ശിവൻ 2, അതായത് വൈദ്യനാഥൻ്റെയും രാജരാജേശ്വരൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും തിടമ്പ് ഒന്നിച്ച് എഴുന്നള്ളിച്ച് നൃത്തം വെക്കുന്ന ക്ഷേത്രം കൂടിയായിട്ട്. ഈ ക്ഷേത്രത്തിന് വൈദ്യനാഥൻ്റെ ക്ഷേത്രത്തിന് ഏകദേശം 3000 വർഷത്തെ പഴക്കം പറയപ്പെടുന്നുണ്ട്. രാജരാജേശ്വരനത് 1600 വർഷത്തെ പഴക്കമാണ് പറയപ്പെടുന്നത്. ഇടക്കാലത്ത് ക്ഷേത്രം കുറച്ച് ക്ഷയിക്കുകയും പിന്നീട് അത് പുനരുദ്ധരിക്കുകയുമാണ് ഉണ്ടായത്. തളിപ്പറമ്പ് രാജരാജേശ്വരനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഐതിഹ്യമാണ് പറയപ്പെടുന്നത്. അത് അവിടെ നിന്നെന്തോ വഴക്ക് തെറ്റിപ്പിരിഞ്ഞ് ഇവിടെ വന്നു രാജരാജേശ്വരനെ പ്രതിഷ്ഠ ചെയ്യാൻ വന്നു. അപ്പോൾ രാജരാജേശ്വരൻ്റെ പ്രതിഷ്ഠാ സമയത്ത് തന്ത്രിയുമായി എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും രാജരാജേശ്വരൻ്റെ പ്രതിഷ്ഠ മറ്റുള്ളവർ നടത്തുകയും തന്ത്രി പിണങ്ങിപ്പോവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ആ പിണങ്ങിപ്പോവുക അദ്ദേഹം ആണ് ഗണപതിയുടെ പ്രതിഷ്ഠ ഇടനാഴിക, അതായത് ശ്രീകോവിലിൻ്റെ ഇടനാഴിയിൽ തെക്കോട് ദർശനമായ ഗണപതിയുടെ പ്രതിഷ്ഠ നടത്തി അങ്ങേര് പോയി എന്നും അതായത് രാജരാജേശ്വരന് പൂജിച്ചു വെച്ച കലശം എടുത്ത് ഗണപതിക്ക് അടി എന്നാണ് പറയപ്പെടുന്നത്. അതുതന്നെയാണ് ആ പ്രബലമായ രാജരാജേശ്വരൻ്റെ പ്രബലത മുഴുവൻ ഗണപതിക്ക് കിട്ടിയെന്നും ആ ഗണപതിക്ക് ഒരു അനുഗ്രഹം കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതായത് തൻ്റെ വിഷമങ്ങൾ, എൻ്റെ പ്രയാസങ്ങളോടും കൂടി ആ ഗണപതിയെ കൈവച്ച് അനുഗ്രഹിച്ചു എന്നാണ്. ഗണപതി നീ തെക്കേർത്തും വടക്കേർത്തും ചട്ട് കന്നക്കാൻ പോകരുതേ എന്ന അനുഗ്രഹം കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതുതന്നെയാണ് ഗണപതിക്ക് ഇവിടെ പ്രാധാന്യം വരാനുണ്ടായ കാരണം. അറേബ്യയിൽ നിന്ന് വന്നൊരു ദർവേഷ് ദാഹിച്ചലഞ്ഞുകൊണ്ട് ചിറക്കൽ കോവിലകത്തിന്റെ ഭൂമിയിൽ ഇരുന്നു പോകുന്നു. അയാൾ തൻ്റെ മുന്നിലൂടെ പശുവിനെയും മേയിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യനോട് വെള്ളത്തിനായി ചോദിക്കുന്നു. കയ്യിൽ വെള്ളമില്ലാതിരുന്ന മനുഷ്യൻ തൻ്റെ കയ്യിൽ വെള്ളമില്ലാത്ത കാര്യം അയാളോട് മറുപടി പറയുന്നു. ദർവേഷ് പാല് കറന്നു തരാവോ എന്ന് ചോദിക്കുന്നു. കുറച്ചു നേരത്തെ കറന്നതേയുള്ളൂ, ഇനി കറന്നാൽ പാല് ലഭിക്കുകയില്ലെന്ന് അയാൾ മറുപടി കൊടുക്കുന്നു. ഒന്ന് കറന്നു നോക്കൂ സഹോദര എന്ന് ദർവേഷ് അതിന് മറുപടി നൽകുന്നു. ആ സഹോദരൻ പാല് കറന്നു നോക്കുന്നു. അയാൾക്ക് പാല് ലഭിക്കുന്നു. ഇത്രയും പറഞ്ഞത് അയ്യാർ മുനമ്പ് മക്കാമിലെ മിത്തിനെ കുറിച്ചാണ്.
ഇക്കാലമത്രയും തികച്ചും മതേതരമായി കൊണ്ട് ആഘോഷിക്കപ്പെടുന്ന ഉറൂസാണ് അയ്യാർ മുനമ്പ് മക്കാമിലേത്. നമുക്കിനി മക്കാമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മന്ന മക്കാമാണിത്. ഇവിടെ വർഷം തോറും ഉറൂസ് നടക്കാറുണ്ട്. ഉറൂസിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന 3 ദിവസത്തെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ജാതി മതം ഭേദമന്യേ ഉള്ള ആണ് ഇവിടുത്തെ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ നമ്മുടെ ഈ മഖാമിലുള്ളൊരു ഈ ഔലിയ എന്ന് പറയുന്നത് വിദേശ രാജ്യത്തു നിന്ന് വന്ന് അറബി കൺട്രിയിൽ നിന്ന് വന്ന ഒരാളാണ്. പാല് കൊടുത്ത വ്യക്തി ഈ കോയാടൻ ചോദിക്കുന്നുമ്പിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു വലിയ തറവാട്ടുകാരാണ് മുല്ലക്കുടിയിലെ, അതിൽപ്പെട്ട ആളാണ്. അപ്പം വന്ന് ഈ നമ്പൂരിമാരെ പറമ്പുകളൊക്കെ കാര്യസ്ഥന്മാരായിട്ട് നോക്കുന്ന കുടുംബമാണ് ഇവർ. അങ്ങനെയാണ് അവരിൽ നിന്നാണ് ഈ പാല് കൊടുത്ത വ്യക്തിയാണ് പിന്നെ നമ്മുടെ ഇവിടെ എല്ലാ ആണ്ടുകളിലും ഭക്ഷണം ഉണ്ടാക്കുമ്പം ആദ്യം ഈ തറവാട്ടുകാർ വന്നിട്ടാണ് പിന്നെ ചെമ്പിലേറ്റുണ്ട്, എന്നിട്ട് മറ്റുള്ളവരോട് പോകും. ആ ചടങ്ങ് പിന്നെ ശനി കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ഇപ്പം അത് നടത്തിക്കൊണ്ട് നമ്മുടെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ഡയറക്ടർ KC സോമൻ നമ്പിയാരാണ് ഇപ്പം നടത്തിക്കൊണ്ട്. മുമ്പ് അവർ പ്രായമുള്ള എല്ലാം മരിച്ച ശേഷം അവരാണ്. അപ്പോൾ മറ്റ് ആൾക്കാരെന്ന് വെച്ചാൽ നെടുവിട എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും ഈ ഉറൂസിന് 3 ദിവസം ഇവിടെ പ്രാർത്ഥിക്കാൻ വരും. ഇവിടുന്ന് എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും ഇവിടെ ജാതി ഭേദമന്യേ ഭക്ഷണം എല്ലാവർക്കും ഒരു 5, 6, 8 ചെമ്പ് ചോറ് വേണ്ടത്ര വെച്ചുകൊണ്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്ന സംവിധാനം ഇപ്പോൾ അങ്ങനെ. അപ്പം അത്ര മാത്രമല്ല, ഇത് ആകെ ഇവിടെ നമുക്ക് ഒരു 100, 110, 115 മുസ്ലിം കുടുംബം മാത്രമേ ഉള്ളത്. ഇപ്പം നല്ല ഐക്യമുള്ളൊരു ജമാഅത്താണ്. കാരണം ഇവിടെ ജാതി മത ഭേദമന്യേ വളരെയധികം എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോൾ ആയാലും നല്ല രീതിയിൽ പോകുന്നൊരു ജമാഅത്താണ്. മറ്റ് വേറെ വിഷയങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. മതസഹോദരം വളരെയധികം കൈകോർക്കുന്നൊരു നാടാണ്. ഏറ്റവും പ്രധാനം ഒരു കൊല്ലത്തേക്കുള്ള എല്ലാ വസ്തുക്കളും ഒരു കാലഘട്ടത്തിൽ ഇവിടെയാണ് കിട്ടുക. ഈ ഗ്രാമത്തിനുള്ള ചെരുപ്പ്, പായ, പിന്നെ ഇതുപോലെ തന്നെ എല്ലാം വീട്ടുപോയുള്ളതും ഭക്ഷ്യവസ്തുക്കളൊക്കെ ശേഖരിക്കുന്ന കത്തികളൊക്കെ ശേഖരിക്കുന്ന ഇവിടുന്ന് ഈ ചന്തയിൽ നിന്ന് മേടിച്ചു പോവുക. ഇപ്പം പിന്നെ മാർക്കറ്റിൽ വന്നിട്ട് അതിൻ്റെ ഒരു വിലയും നിലയും കുറഞ്ഞ് അതാണ് അന്നത്തെ പ്രധാനം. നെല്ല് 25ഓളം പാടശേഖരങ്ങൾ മയിൽ ഗ്രാമപഞ്ചായത്തിലുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നെൽവയലുകൾ പൂർണ്ണമായും ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കൊണ്ട് നികത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നെൽകൃഷി ഇപ്പോഴും നല്ല നിലയിൽ നടക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇപ്പോൾ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ടൂറിസം മേഖലയിൽ വന്നിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഏതാണ്ട് 16 കിലോമീറ്ററോളം പുഴ കടന്നു പോകുന്നുണ്ട്. വളവട്ടം പുഴ കടന്നു പോകുന്ന 16 കിലോമീറ്ററോളം പ്രദേശത്ത് 150 ഏക്കറോളം സ്ഥലം ഉണ്ട്. അത് പുറമ്പോക്ക് ഭൂമിയായിരുന്നു. ആ ഭൂമി മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തുകയും അതിൻ്റെ ഒരു ചെറിയ ഭാഗം ടൂറിസത്തിന് വേണ്ടി വലിയ ഒരു ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് DPR തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയും ഏതാണ്ട് 5 കോടി രൂപയോളമുള്ള ഒരു പ്രൊജക്റ്റ് അംഗീകരിച്ച് വരികയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയുണ്ട്. അതുപോലെ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബാലസൗഹൃദ പാർക്ക് നമ്മൾ ആ പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട്. അതും വലിയ തോതിൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ട്. തീർച്ചയായും ഈ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നമ്മളെ മയിൽ ഗ്രാമപഞ്ചായത്ത് ലോകത്തിൽ തന്നെ നമ്മളെ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ ഒരു മികച്ച മാതൃക സൃഷ്ടിക്കാൻ ആ മേഖലയിൽ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കൃഷിയുടെയും അക്ഷരങ്ങളുടെയും സ്ത്രീ മുന്നേറ്റത്തിൻ്റെയും പാതയിൽ കേരളത്തിലെ മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മയ്യിൽ ഗ്രാമപഞ്ചായത്ത്.
മയ്യിൽ ഗ്രാമപഞ്ചായത്തിന് ഭാവിയിൽ കാത്തിരിക്കുന്നത് ടൂറിസത്തിലെയും കൃഷിയിലെയും അനവധി വികസന പരിപാടികളാണ്. ഈ വികസനത്തിലേക്ക് മയ്യിലിലെ ജനതയ്ക്ക് ഒത്തൊരുമയോടുകൂടി കുതിച്ചുയരുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരേക്കും നമ്മുടെ നാടിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.